ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ ഒരു യുവാവിനെയാണ് ബംഗളൂരുവിൽ നിന്നും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കൊലപാതകം നടന്ന ദിവസം ജിഷയുടെ വീടിന് സമീപത്തുണ്ടായിരുന്ന ഇയാൾ തൊട്ടടുത്ത ദിവസം ബംഗളൂരുവിലേക്ക് കടന്നു കളഞ്ഞതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ അന്വേഷണ സംഘം പിടികൂടിയത്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു പോരുകയാണ്. അതേസമയം 30 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഡിവൈഎസ്പി ജിജിമോൻ പറഞ്ഞു. ഓരോ നമ്മൾ 30 ടീമുകളെ പല സ്ഥലത്തായിട്ട് അതിനെ വിവരം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു എന്തെങ്കിലും തരാവുന്ന വിവരം ഉണ്ടാകുമ്പോൾ വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഈ മറ്റേ ഇവരുടെ കാര്യം എന്താ സാറേ? ഈ മറ്റേ സഹോദരി വീണ്ടും ചോദ്യം ചെയ്യോ? നമ്മൾ എല്ലാ ദിവസവും ഓരോ ക്ലാരിഫിക്കേഷന് വീണ്ടും സാക്ഷികളെ ചോദ്യം ചെയ്യാറുണ്ട്. പക്ഷെ അത്തരം സാക്ഷികൾക്ക് ഹറാസ്മെന്റ് ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു. ഈ പോലീസ് കെട്ടിച്ചമയ്ക്കുന്ന കഥയാണെന്നൊക്കെ ഒരു കഥയും പോലീസിൻ്റെതായിട്ടില്ല. എല്ലാ മാധ്യമങ്ങൾക്ക് മാത്രം ഉണ്ടാക്കുന്ന കഥകളാണ്. പോലീസ് ഒരു കഥയും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. സഹോദരിയുടെ സുഹൃത്തിനെ സംബന്ധിച്ചുള്ള അന്വേഷണം സഹോദരി പറയുന്ന അങ്ങനെ ഇവിടെ നമ്മുടെ ഈ മേഖലയിലെ എല്ലാ ആളുകളെ കുറിച്ചും എല്ലാ രീതിയിലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജിഷയുടെ വീടിന് സമീപത്തുള്ള കനാലിലും 25 ഏക്കറുള്ള ഇരിങ്ങോൾ കാവിലും പോലീസ് തിരച്ചിൽ നടത്തി. ജിഷ കൊല ചെയ്യപ്പെട്ട ദിവസം ഈ കാവിൽ അപരിചിതനായ ഒരാളെ കണ്ടതായി ചില വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകി. ഇവിടെ കൊലയാളി ആയുധങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവുമെന്ന് പോലീസ് സംശയിക്കുന്നു. പ്രതിയെ പിടികൂടാൻ ഇനിയും കഴിയാത്ത സാഹചര്യത്തിൽ പോലീസ് പുതിയ രേഖാചിത്രം തയ്യാറാക്കി. അതേസമയം ജിഷയുടെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തി. കട്ടിലിനടിയിൽ വാക്കത്തി കരുതിയാണ് ജിഷയും അമ്മയും ഉറങ്ങാറുള്ളതെന്നും പോലീസിന് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. കൊലയാളി ഉടൻ പിടിയിലാവുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസവും അന്വേഷണ സംഘത്തിനുണ്ട്. ക്യാമറമാൻ ലിവിൻ കെ ഉമ്മിനൊപ്പം സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.